Hi dears, ഇനി നമ്മൾ LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തി കേട്ടോ. 2021 കഴിഞ്ഞു, 2022 കഴിഞ്ഞു. ഇപ്പോൾ 2023 ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറായ 10/2023 ആണ്. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസും മെയിൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, 2026 നിങ്ങൾക്ക് ജൂലൈയിലല്ലേ എക്സാം, LGSന്റെ എക്സാം ജൂലൈയിലല്ലേ, ജൂലൈ ആകുമ്പോഴേക്ക് നമ്മൾ LGS ലെവലിലുള്ള 2006 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് പ്രിലിംസും മെയിൻസും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. അത് നിങ്ങൾ ഡെയിലി ക്ലാസ്സുകൾ കാണാം, ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ ഉണ്ടാകും കേട്ടോ. ഈവനിങ് ഷോർട്ട് ഏരിയ LGSന് വേണ്ടിയിട്ടും BFA BFL എല്ലാത്തിനും തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ഏരിയ ഉൾപ്പെടുത്തിയിട്ട് പുതിയ SCRTയിലെ ഷോർട്ട് ഏരിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ഉണ്ട്, പ്രയോജനപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ചോദ്യം ശരി അല്ലാത്ത പ്രസ്താവനയാണ്. ഇവിടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു അല്ലെ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അല്ലെ എന്താ പറഞ്ഞത്, പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ എന്താണ്? മാറ്റണം അല്ലെ. ഇവിടെ ഒന്ന് മാത്രം മാറ്റി, ഇവിടെ ഒന്നുണ്ട് അതുകൊണ്ട് അത് മാറ്റി, അതുമല്ല ഇവിടെ ഒന്നുണ്ട് അതും മാറ്റി. മനസ്സിലായോ? കാരണം നമ്മുടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ചോദിച്ചത് അല്ലെ. ഒന്ന് ശരിയാണ്, അപ്പൊ ഒന്ന് ആൻസർ ആയിട്ട് വരാൻ പാടില്ല, അപ്പൊ ഒന്ന് മാറ്റി, ആൻസർ എത്തി. കണ്ടോ? ബി. രണ്ട് മാത്രം കണ്ടോ? അതാണ്. ഇങ്ങനെ നമ്മൾ ഓരോന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക്, എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 100ൽ ഒരു 80% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊരു 80% എലിമിനേറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കേ, ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി? അല്ല, ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തത്? 1929 ലാഹോർ സമ്മേളനത്തിൽ നെഹ്റു ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കാനും തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദാ സമരം നമുക്കറിയാം, അത് ഗാന്ധിജിയുടെ സമരമാണ് അല്ലെ. ഖേദാ സമരം അത് ഗാന്ധിജി ഉൾപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും ഓപ്ഷനിൽ ഏത് വേണം? ഒന്ന് എന്ന ആൻസർ ഉണ്ടാകണം. ഇതിൽ ഒന്നില്ല, ഇതിലും ഒന്നില്ല. അപ്പൊ രണ്ട് ഓപ്ഷൻ അവിടെ വെട്ടിപ്പോയി. മീററ്റ് സമരം നമ്മൾ കേട്ടിട്ടുണ്ടോ? മീററ്റ് സമരം പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ കിട്ടും. ഉത്തർപ്രദേശിലെ മീററ്റിലെ സമരം അത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് ഗാന്ധിജിയുമായിട്ട് കേട്ടിട്ടില്ല. അത് അവിടെ വിടാം. നോക്കാം. ചമ്പാരൻ, അത് നമുക്ക് അറിയില്ല, ഒരു കൺഫ്യൂഷൻ ആണ്. ചമ്പാരൻ സമരം 1917 ചമ്പാരൻ സമരം. ഖേദാ സമരം 1918. ചമ്പാരൻ സമരം അറിയാം, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ്. ഏത്? ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ് ഏത്? ചമ്പാരൻ സമരം. നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തുണിമിൽ സമരമാണ് നിരാഹാര സമരം കേട്ടോ. അപ്പൊ ഇവിടെ ചമ്പാരൻ സമരം ഗാന്ധിജിയുടേതാണ് അല്ലെ, ഗാന്ധിജിയാണ് നേതൃത്വം കൊടുത്തത്. അപ്പൊ 3 എന്ന ഓപ്ഷൻ എന്തായാലും വരണം. ഒന്നും വരണം, ഓപ്ഷൻ 3ഉം വരണം. 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? രണ്ടാമത്തെ ആൻസർ ബി ആണ് കേട്ടോ. കണ്ടോ? ആൻസറിലേക്ക് എത്തുന്നത് ഇതേപോലെ എത്താനായിട്ട് ശ്രമിക്കാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികള് നമുക്കറിയാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരെല്ലാമാണ്? ആൻസർ ഏതാണ്? നമ്മൾ മൗണ്ട് ബാറ്റൺ പ്രഭു മറ്റേ പഠിച്ചിട്ടുണ്ടോ? മൗണ്ട് ബാറ്റൺ പ്രഭു നമുക്കറിയാം വൈസ്രോയി ആയിരുന്നു എന്നറിയാം, പക്ഷെ ക്യാബിനറ്റ് മിഷനിൽ എന്താണ്? മൗണ്ട് ബാറ്റൺ പ്രഭു അംഗമല്ല. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ആൻസറിൽ എന്തായാലും ഏതുണ്ടാകണം? 1 എന്ന ഓപ്ഷൻ ഉണ്ടാകണം. ഇത് തെറ്റിട്ടോ ഇതും വേണ്ട. ഇനി നമുക്ക് എയും ബിയും മാത്രമേ ഇവിടെ ഓപ്ഷൻ ഉള്ളൂ അല്ലെ. ഇനി ഇർവിൻ പ്രഭു, അദ്ദേഹവും എന്തായിരുന്നു? വൈസ്രോയി ആയിരുന്നു അല്ലെ. മൗണ്ട് ബാറ്റണും ഇർവിൻ പ്രഭു ഒക്കെ അന്നത്തെ കാലത്ത് വൈസ്രോയിമാരാണ്. അവരൊരിക്കലും ഒരു മിഷനിലോ ക്രിപ്സ് മിഷനിലോ ക്യാബിനറ്റ് മിഷനിലോ ഒന്നും അംഗമല്ല അല്ലെ. അപ്പോ 1ഉം 2ഉം എന്ത് ചെയ്യണം? മാറ്റണം അല്ലെ. 1 വരുന്ന ഓപ്ഷനൊക്കെ മാറ്റി, അപ്പൊ 2 വരാനും പാടില്ല, മാറ്റി. കണ്ടോ? ആൻസർ ഏതാണ് വരിക? അംഗം അല്ലാതിരുന്ന വ്യക്തികൾ അല്ലെ. അപ്പൊ 1 എന്തായാലും ആൻസറിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു, 2ഉം എന്തായാലും ആൻസർ ഉണ്ടാകണം. അപ്പൊ ഏതാണ്? എ ആണ് ആൻസർ അല്ലെ. മൗണ്ട് ബാറ്റണും ഇർവിൻ പ്രഭുവുമാണ് കേട്ടോ.
അടുത്തത് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? നമുക്കറിയാം സൈനിക സഹായ വ്യവസ്ഥ അല്ലെ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നതാണ് അല്ലെ. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്കറിയാം കേഴ്സൺ പ്രഭു അല്ല, കേഴ്സൺ പ്രഭു ആണ് 1905 ബംഗാളിനെ വിഭജിക്കുന്നത്. കേഴ്സൺ പ്രഭുവാണ്. അപ്പൊ ഓപ്ഷൻ ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചത്. അപ്പൊ കേഴ്സൺ പ്രഭു അല്ല, സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവാണ്. രണ്ട് എന്തായാലും ആൻസറിൽ ഉണ്ടാകണം. അപ്പൊ ഇതും അല്ല, രണ്ട് എന്തായാലും ആൻസർ ഉണ്ടാകണം. ബാക്കി 3 ഓപ്ഷനിൽ 2 ഉണ്ട് അല്ലെ. ഇനി 1798 നടപ്പിലാക്കിയത്. 1798 നടപ്പിലാക്കിയത്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ ശ്രദ്ധിക്കണേ, 1978 കേട്ടോ. 1900 പറഞ്ഞപ്പോ മാറിപ്പോയി അല്ലെ. 1798 7 കഴിഞ്ഞാൽ 9, വീണ്ടും ഇതിന്റെ ഇടയിലുള്ള സംഖ്യ 8 കേട്ടോ. 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. അത് പ്രകാരം ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ 3 കാര്യങ്ങൾ സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ഈ ക്ലാസ്സിൽ പഠിച്ചു വെക്കുക. 1798 നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭുവാണ്. ആ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ബന്ധപ്പെടാത്ത പ്രസ്താവന കേഴ്സൺ പ്രഭുവാണ്. 2 മാത്രം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതെല്ലാമാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനം എപ്പോഴാണ്? 1919 കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത് അല്ലെ. അതിൽ തന്നെ നമുക്കറിയാം ആരാണ്? അലി സഹോദരന്മാർ. ആരാണ്? അലി സഹോദരന്മാരാണ് അല്ലെ. ആരൊക്കെയാണ് ഈ അലി സഹോദരന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തില്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി അല്ലെ. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. കണ്ടു, ഇവിടെ അലിക്ക് ഉണ്ട്, ഈ അലി അല്ല കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. അങ്ങനെ തന്നെ പഠിച്ചോ. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? 5ാമത്തെ ആൻസർ ഏത് വരും? ഏതാണ്? സി എന്ന ഓപ്ഷൻ ആണ് അല്ലെ. 1ഉം 4ഉമാണ്. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. മുഹമ്മദ് അലി ജിന്നയൊന്നും വരില്ല അല്ലെ. അപ്പൊ രണ്ടുപേരും ഓപ്ഷനൊക്കെ അങ്ങോട്ട് വേഗം മാറ്റിക്കളയണം കേട്ടോ. മാറ്റിക്കളയണം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? 36 മുതൽ 51 വരെ ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 36 to 51 മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നതാണ് അമേരിക്കയിൽ നിന്ന്. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ, അതായത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് ഈ നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? ബി ആണ്, മണിപ്പൂരാണ് കേട്ടോ. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഫുട്ബോൾ ഇത് വരുന്നത് എവിടെ തന്നെയാണ്? മണിപ്പൂർ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായ വ്യക്തി ആരാണ്? അധ്യക്ഷനായിട്ടുള്ള വ്യക്തി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആര്? സച്ചിദാനന്ദ സിൻഹ കേട്ടോ. സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സില് ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് പാർലമെന്റിന് മാത്രമാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലോകസഭ. ചോദ്യങ്ങളാണ് ഇതൊക്കെ, പ്രീവിയസ് ആണ് കേട്ടോ. ഞാൻ പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ മാത്രമാണ് അനുബന്ധ വിവരങ്ങളിൽ പറയുന്നത്. ലോകസഭ, രാജ്യസഭ, ഇന്ത്യൻ പ്രസിഡന്റ് ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. താഴെ കൊടുക്കുന്നവയിൽ ശരി അല്ലാത്തത് ഏത്? ശരി അല്ലാത്തത് ഏത്? ആൻസർ ഏതാ വരിക? ബി, 2 മാത്രമാണ് അല്ലെ. പാലിയം സത്യാഗ്രഹം അല്ലെ. പാലിയം സത്യാഗ്രഹം സി കേശവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആര്? സി കേശവനാണ് അല്ലെ. പാലിയം സത്യാഗ്രഹം ആരാണ്? സി കേശവനാണ്. അപ്പൊ 2 പേരുടെ ഓപ്ഷൻ എന്ത് ചെയ്യാ? അങ്ങോട്ട് മാറ്റിയിട്ട് അല്ലെ. സോറി, 2 പേരുടെ ആൻസർ എന്ത് ചെയ്യണം? 2 എന്ന ആൻസർ ഉണ്ടാകണം അല്ലെ. അപ്പൊ 3 ഇവിടെ ഒഴിവാക്കി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അറിയാം നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവനാണ്. ഇതെന്നും ഈ ഒരു 2 ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് തെറ്റിപ്പോകാറുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1930 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭൻ. ഇതെപ്പോഴും അതൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് സവർണജാഥ ആര് നടത്തുന്നത്? മന്നത്ത് പത്മനാഭൻ നടത്തുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ജി കേട്ടോ. എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃത്വ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ജി എന്ന് പറയുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും എ കെ ജി ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ പിതാവ് അല്ലെ, സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നതും എ കെ ജി ആണ്. എ കെ ഗോപാലനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതെല്ലാമാണ്? ചട്ടമ്പി സ്വാമികളുടെ രചനകൾ വേദാധികാര നിരൂപണം അല്ലെ. വേദാധികാര നിരൂപണം. പിന്നെ പ്രാചീന മലയാളം, ആദിഭാഷ, ഇതൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം എന്തായാലും ഒന്ന് ആൻസറിൽ ഉണ്ടാകണം. ഇതൊക്കെ അങ്ങനെ വെട്ടിക്കളഞ്ഞു അല്ലെ. പിന്നെ ആത്മോപദേശ ശതകം നമുക്കറിയാം, നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ഇതൊക്കെ ആരുടേതാണ്? മറ്റേ ശ്രീനാരായണ ഗുരുവിന്റേതാണ്. SNTP അല്ലെ. SNTP ആര് സ്ഥാപിച്ചതാണ്? ശ്രീനാരായണ ഗുരു 1903. അഭിനവ കേരളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, പിന്നെ അഭിനവ കേരളം അല്ല കേട്ടോ. ആദിഭാഷ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ ആരാണ്? തൃശ്ശൂരിന്റെ അല്ലെ. തൃശ്ശൂരിന്റെ ശില്പിയാണ് അല്ലെ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. എന്താ ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ? ആൻസർ ഡി ആണ്. 1, 2, 4 കേട്ടോ. 1,
2, 4. കോവിലകത്തും വാതുക്കൽ പണി കഴിപ്പിച്ചത്. കോവിലകത്തും വാതുക്കൽ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇനി വരുമ്പോ തെറ്റാൻ പാടില്ല. കോവിലകത്തും വാതുക്കൽ പണി കഴിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതത്. എവിടെയാ കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഇരിങ്ങാലക്കുട. അത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇരിങ്ങാലക്കുടയിലാണ് കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് പുതുക്കി പണിതതും ശക്തൻ തമ്പുരാനാണ്. കോവിലകത്തും വാതുക്കൽ പണി കഴിപ്പിച്ചതും തൃശൂർ പൂരം ആരംഭിച്ചതും കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതും ആരാണ്? ശക്തൻ തമ്പുരാനാണ്. കുളച്ചൽ യുദ്ധം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധം നടത്തിയത് മാർത്താണ്ഡവർമ്മ. പിന്നെ ആരൊക്കെ തമ്മിലാ? ഡച്ചുകാരും തമ്മിലാണ്. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ ആൻസർ ഏതാ വരിക? നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ സംഘടിത, ഈ വാക്ക് ശ്രദ്ധിക്കണം, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ശരിയായ പ്രസ്താവനയാണ്. പക്ഷെ ഇവിടെ യോജിക്കാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ അങ്ങോട്ട് മാറ്റണം. ഒന്ന് വരുന്നത് മാറ്റി. മനസ്സിലായി? ഇതല്ല ആൻസർ. 1721 ഇത് നടന്നത്. ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷനിൽ രണ്ടും വരാൻ പാടില്ല. ഓപ്ഷനിൽ ഏത് വരാൻ പാടില്ല? 2 വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആകെ ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. കണ്ട ആൻസർ എത്തിയില്ലേ? കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ശരിയായ പ്രസ്താവനയാണ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുക്കുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. തെറ്റായ പ്രസ്താവന. അപ്പൊ ആൻസർ ഈസ് 4 മാത്രമാണ്. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ഈ 3 പ്രസ്താവനകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം. 1741 ഏത്? കുളച്ചൽ യുദ്ധം. അത് ശ്രദ്ധിക്കണം. 2141 കേട്ടോ. 1721 ആറ്റിങ്ങൽ കലാപം, 1741 കുളച്ചൽ യുദ്ധം. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. ഈ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. അടിച്ചമർത്താൻ എവിടെ നിന്നുള്ള സേനയാണ് എത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആർക്കും കിട്ടാത്തൊരു ആൻസർ ആയിരുന്നു. തലശ്ശേരിയിൽ നിന്നായിരുന്നു കേട്ടോ. തലശ്ശേരിയിൽ നിന്നായിരുന്നു. ഇത് കറണ്ട് അഫെയറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. ഇത് എന്ത് ചെയ്യാ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇവിടെ ആൻസർ ഫ്രാൻസ് ആണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇപ്പൊ ഇന്നലെ ഒരു എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. അടുത്ത ലോകകപ്പ് എവിടെ, എന്താണ്, എപ്പോഴാണ് നടക്കുന്നത്, ഏത് വർഷമാണ് നടക്കേണ്ടത് അല്ലെ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇനി 2026 ലോകകപ്പ് നടക്കാൻ പോവുകയാണ് കേട്ടോ. ഫിഫ വേൾഡ് കപ്പ് 2026 നടക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. ജലവൈദ്യുതി പദ്ധതി. ജലവൈദ്യുതി ആൻസർ ഇടുക്കിയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ നദികളും ഇതൊക്കെ ഉള്ളത് എവിടെയാ? ഇടുക്കി തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ജലവൈദ്യുതി അവിടെ തന്നെ ആയിരിക്കും അല്ലെ, ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാർലിയാണ് അല്ലെ. ബാർലി ഏത് വിളയ്ക്ക് ഉദാഹരണമാ? റാബി വിളയ്ക്ക്. റാബി കണ്ടോ? റാബി, ബാർലി കണ്ടോ? റാബി എന്തിനുദാഹരണമാണ്? റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ബാർലി. അപ്പൊ നെല്ല്, ചോളം, പരുത്തി ഇതൊക്കെ എന്താ? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് അല്ലെ. ഈ ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത് എപ്പോഴാണ്? മൺസൂൺ കാലത്താണ് അല്ലെ. മൺസൂൺ കാലത്താണ്, ജൂൺ ടു സെപ്റ്റംബർ അല്ലെ. ഇതപ്പോ വരുന്നു അല്ലെ. ജൂണില് എന്ത് ചെയ്യും? ഖാരിഫ് വിളകൾക്ക് തുടക്കം കുറിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് റാബി വിളകൾക്ക് തുടക്കം കുറിക്കും. വേനൽക്കാലത്താണ് സെയ്ത് വിളകൾക്ക് തുടക്കം കുറിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? എപ്പോഴായിരുന്നു?
മിനിങ്ങാന്നായിരുന്നു അല്ലേ? മെയ് 17 എന്തായിരുന്നു? കുടുംബശ്രീ ദിനമാണ് കേട്ടോ. മെയ് 17 കുടുംബശ്രീ ദിനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയിട്ടാണ് ആരാണ്, അതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്, അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 മലപ്പുറത്ത് ആയിരുന്നു. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം, ആദ്യത്തെ പുസ്തക ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ, ഇത് വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യങ്ങളാണ് വരും. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് പെരുംകുളമാണ്. പെരുംകുളം. ഇന്നലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, കാർബൺ ന്യൂട്രൽ ചിറ്റൂര് അല്ലെ? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകിയിരിക്കുന്നത്? GST പറയുന്ന വകുപ്പ് ഏതാണ്? GST 101 ഭേദഗതിയാണ് അല്ലെ? ഏതാണ്? 101 ഭേദഗതി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ് ഏത്? 100ാമത്തെ ഭേദഗതി കേട്ടോ. 101ാമത്തെ ഭേദഗതിയാണ് ഏത്? GSTയുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ആണെങ്കിൽ ആരാണ്? MS സ്വാമിനാഥനാണ് അല്ലെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഇന്ത്യൻ മറ്റേ ധവള വിപ്ലവത്തിന്റെ, ധവളം അല്ലെ, പാല് അല്ലെ, ധവള വിപ്ലവത്തിന്റെ ആണെങ്കിൽ അത് വർഗീസ് കുര്യനാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. അവിടെ ഒന്ന് കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്യണം. 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആണെങ്കിൽ ഇപ്പോ ആരാണ്? അത് പഠിക്കണ്ടേ? 16ാമത് ധനകാര്യ കമ്മീഷൻ ആണ്. ഇപ്പോ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഇപ്പൊ 16ാമത് ധനകാര്യ കമ്മീഷൻ ആണ്. അരവിന്ദ് പനഗരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ചെയ്ത് നോക്കണേ, സമയം തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആൻസർ B ആണ് കേട്ടോ. 1, 2, 3, 4 ശരിയായ പ്രസ്താവനയാണ്. ഈ 4 കാര്യങ്ങളും വ്യക്തമായും സ്പഷ്ടമായും പഠിച്ചു വെക്കുക. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. തെറ്റാൻ പാടില്ല. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗ് നിലവിൽ വന്നത് അല്ലെ, ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 ഫസ്റ്റ് തന്നെ വന്നു കേട്ടോ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വര അയ്യയാണ് കേട്ടോ. പഠിക്കണേ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ, അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ PC മഹൽനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ആരാ ചോദിച്ചാൽ M വിശ്വേശ്വര അയ്യ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? നമ്മൾ 5 ക്വസ്റ്റ്യൻ ഇവിടെ പഠിച്ചു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ ആണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, കറുത്ത മണ്ണാണ്. അതുകൊണ്ടാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര്. അതുകൊണ്ട് തന്നെയാണ് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും പാലക്കാട് ജില്ലയിലാണ്. പരുത്തി, നിലക്കടല കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് കേട്ടോ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ഇവിടെ തെക്ക് കിഴക്കൻ എന്ന് കാണും. തെക്ക് എന്ന് കാണുമ്പോഴേക്ക് ആൻസർ നമ്മൾ അങ്ങനെ വേഗം പറഞ്ഞു. വീടെത്തുമ്പോഴേക്കും ഇവിടെ കിഴക്കനായി, സോറി, തെക്ക് പടിഞ്ഞാറ് അല്ലേ? ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്.
ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അല്ലെ, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളാണ്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? പശ്ചിമ ബംഗാളിലാണ്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂരാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് കണ്ണൂരാണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി, ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദയാണ് കേട്ടോ. 28ാമത്തെ ആൻസർ സി ആണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഇത് ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയെല്ലാം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. ഇവിടെ തബി എന്നാണ്, താപ്തി എന്നാണ് അല്ലെ. തബിയുടെ അവർ വേണമെങ്കിൽ വെറുതെ തബി എഴുതിയിട്ടുണ്ടാവും. താപ്തിയും എവിടെയാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന. നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് കേട്ടോ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഇതെന്നും വരും കൺഫ്യൂഷൻ, നല്ലൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. ഈ സിന്ധു ഗംഗയാണോ, സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയാണോ, അതൊരു കൺഫ്യൂഷൻ എപ്പോഴും വരും. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഗംഗയും ബ്രഹ്മപുത്രയുമാണ് കേട്ടോ. ഗംഗ ബ്രഹ്മപുത്ര, ഗംഗ ബ്രഹ്മപുത്ര. സുന്ദരവനം, ഗംഗയും ബ്രഹ്മപുത്രയും സുന്ദരവനം ഡെൽറ്റ നദികൾ. ഓക്കെ, ഈ രണ്ട് നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് സുന്ദരവനം ഡെൽറ്റ രൂപപ്പെട്ടിരിക്കുന്നത്. ഗംഗ ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ആൻസർ സി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ, ബിസിനസ് ജെറ്റ് ടെർമിനൽ. ഇന്ത്യയിൽ ആദ്യമായി ലോകത്തിൽ തന്നെ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് സൗരോർജ്ജത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളവും ഏത് തന്നെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് അസമിലാണ്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് അസമിലാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല? ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്ക് ഉള്ള ജില്ല മലപ്പുറമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ, ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ആര്യങ്കാവ്, പുനലൂർ ചെങ്കോട്ട അല്ലെ. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ആര്യങ്കാവ് ചുരം. ഓക്കെ, ഏതാണ് നാഷണൽ ഹൈവേ? NH ഏതാണ്? ആൻസർ NH 744. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം വയനാടാണ്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇതാണ് പാലക്കാട് ജില്ലയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയായിട്ട് പാലക്കാട് മാറാൻ കാരണം? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ആ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂർ താലൂക്കിലാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി അല്ലെ, നമ്മൾ ചെങ്കുളം എന്ന് പറയില്ലേ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലെ? ചെങ്കുളം. ആൻസർ ഇടുക്കിയാണ്. പഠിക്കണം. ഇതൊക്കെ നമുക്ക് തരതിരിക്കും. നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റേഷൻ പോയാൽ മാത്രമാണ് കിട്ടുള്ളൂ. കാരണം കുറേ ജലവൈദ്യുത പദ്ധതികളും ജലസേന പദ്ധതികളും ഒക്കെ വരുമ്പോൾ അത് എവിടെ എന്ന് നല്ല കൺഫ്യൂഷൻ വരും. അപ്പോൾ ഏതാണ്? ചെങ്കുളം ഇടുക്കിയാണ് കേട്ടോ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ന്യൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ന്യൂറനാടാണ്. ന്യൂറനാട്. പുസ്തക ഗ്രാമം ഏതാ? നമ്മൾ പറഞ്ഞ കേരളത്തിലെ നമ്മുടെ 2021 വയനാട് ദിനവുമായി ആരംഭിച്ച പുസ്തക ഗ്രാമം നമ്മൾ ഏതാ പറഞ്ഞ? പെരുംകുളം എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ പെരുംകുളം. ഓക്കെ, അപ്പോ പക്ഷിഗ്രാമം ഏതാ? പക്ഷിഗ്രാമം ഏതാണ്? ന്യൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. കണ്ണൂരിനെ കുറിച്ച് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? അയ്യങ്കാളി ട്രോഫി, 'അയ്യങ്കാളി ട്രോഫി' വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? അയ്യങ്കാളി ട്രോഫി, 'അയ്യങ്കാളി ട്രോഫി' വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? 'അയ്യങ്കാളി ട്രോഫി' 'അയ്യങ്കാളി ട്രോഫി' വള്ളംകളി നടക്കുന്ന കേരളത്തിലെ
ഏതാണ്? വെള്ളായണി കായലാണ് കേട്ടോ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്നത്തെ ഏകദേശം സെയിം ആയിട്ട് ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്തത് കാണാൻ കഴിയും കേട്ടോ. ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് കേട്ടോ, സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ് കേട്ടോ, മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഇതൊക്കെ ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പക്ഷേ ചോദ്യം ഏതാ വന്നിരിക്കുന്നത്? വേൾഡ് എന്നാണ് അല്ലെ, വേൾഡ് ജോഗ്രഫിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കയറി വന്നിരിക്കുന്നത്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന റേഡിയോ അയണോസ്ഫിയർ അല്ലെ. റേഡിയോ ഏതാണ്? അയണോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മഴ, കാറ്റ്, മഞ്ഞ് അങ്ങനെ ജീവിത പ്രതിഭാസം, നമ്മുടെ ഓരോ പ്രതിഭാസങ്ങളുണ്ട് അല്ലെ, ആ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ, നീതി ആയോഗിന്റെ CEO നിയമിക്കുന്നത് ആരാ? നീതി ആയോഗിന്റെ CEO നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? എനർജി ഊഷ്മാവ്. ഏതാണ്? ജൂളാണ്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഇത്രയും കടങ്ങനെയൊക്കെ വേണം അല്ലെ. ജനിച്ച് 24 മണിക്കൂർ ആകുമ്പോഴേക്കും ആധാർ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതി മൈതാനിൽ തുടക്കം കുറിച്ചത് എന്താണ്? രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏത്? അത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോഴേക്കും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രജന്റ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? എല്ലാം കാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലെ. 4 ഓപ്ഷൻ. ഏതായിരിക്കും വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? 100 മേനിയാണ് കേട്ടോ, 100 മേനി. വിറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. ഏതാണ്? വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണോ? ആണ് അല്ലേ? ആണ്. പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം. ഇനി ഇത് തെറ്റാൻ പാടില്ല. നമ്മൾ 80 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേക്കും ആ 80 ക്വസ്റ്റ്യനും ഞാൻ അതിന്റെ കൂടെ ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും അങ്ങനെ ആകുമ്പോഴേക്ക് തന്നെ 130, 140 ക്വസ്റ്റ്യൻ ആകും. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ 140 ക്വസ്റ്റ്യനും ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാ? 13ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയി ഇല്ലേ? അപ്പോ 10 ക്വസ്റ്റ്യൻ എടുത്തപ്പോ തന്നെ 10 × 80 800 ക്വസ്റ്റ്യൻ ആയി. ബാക്കി 3 ക്വസ്റ്റ്യൻ പേപ്പർ 3 × 80 324 240 ക്വസ്റ്റ്യൻ. എത്രയായി? 4 8 2 10 1040
ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ 13 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് 1040 ക്വസ്റ്റ്യൻ, അതും പ്രീവിയസ് ചോദ്യങ്ങൾ, വീണ്ടും ആവർത്തിക്കപ്പെടാൻ പറ്റുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ചിലവരൊക്കെ നമ്മൾ താഴെ മെസ്സേജുകളൊക്കെ കാണാറുണ്ട്. എന്താണ്, ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും ആവർത്തിക്കപ്പെടുന്നില്ല, അതൊന്നും വരില്ല. അത് ശുദ്ധമായ മണ്ടത്തരമാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. എന്നും PSCക്ക് അടിത്തറ എന്ന് പറയുന്നത്, PSCയുടെ സ്ട്രോങ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. SCRT നന്നായിട്ട് കൈകാര്യം ചെയ്യുക. കറണ്ട് അഫെയർ, മാത്സ് നന്നായിട്ട് ചെയ്താൽ HS തൂക്കിയിരിക്കും. അതിൽ ഒരു സംശയമില്ല. അത് ഞാൻ ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ക്വസ്റ്റ്യൻ, ഇപ്പൊ 1040 ക്വസ്റ്റ്യനോളം, 1040 അല്ല, കാരണം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അനുബന്ധ വിവരങ്ങൾ, കറണ്ട് അഫെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1500ഓളം ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു 13 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴേക്കും. അങ്ങനെ പഠിച്ച് വരണം കേട്ടോ. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഏത് അസുഖമുണ്ടാകും? നിശാന്തത അല്ലെ, കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥ അല്ലെ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യനിൽ നിശാന്തത ഉണ്ടാകുന്നു. അപ്പൊ 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഇന്ന് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കാർഷികമാണ് അല്ലെ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഇതാണ്, മണ്ണുത്തിയാണ് അല്ലെ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി എവിടെയാ? തൃശ്ശൂർ ജില്ലയിലാണ്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം, MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലുണ്ട്, മങ്കൊമ്പിലുണ്ട് കേട്ടോ. അതൊരു ചോദ്യമായിരുന്നു, ഒരു LD ക്ക് നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്ന ചോദ്യമാണ്. പട്ടാമ്പിയിലും മങ്കൊമ്പ് എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. ഇതൊക്കെ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി, മങ്കൊമ്പിലൊക്കെയാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്നത് ഏത് മനുഷ്യ ശരീരത്തെയാണ്? വൃക്കനെ ബാധിക്കുന്നതാണ് കേട്ടോ. വൃക്കകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത്? നെഫ്രോളജി അല്ലെ. വൃക്കകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് നെഫ്രോളജി. അപ്പൊ വൃക്കകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? നെഫ്രൈറ്റിസ് ആണ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 ചോദ്യമാണ്, കറണ്ട് അഫെയർ. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് തെറ്റണ്ട സോന്ദര്യ. നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ വിഭാഗത്തിൽ നമുക്ക് നോബൽ സമ്മാനം നോക്കാം കേട്ടോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ മധ്യപ്രദേശ് അല്ലെ. മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. കുറെ ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ആദ്യത്തെ പുസ്തക ഗ്രാമം എവിടെയെന്ന് പഠിച്ചു, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ പുസ്തക ഗ്രാമം എവിടെയെന്ന് പഠിച്ചു, പക്ഷി ഗ്രാമം എവിടെയെന്ന് പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? പിണ്ഡം ട്ടോ, മാസിനെയാണ്. മാസ്, പിണ്ഡം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്കപ്പെടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. വരും, കാരണം SCRT ആണ്, വരും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കേ. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്ന ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? ഇതാണ് പിണ്ഡം, മാസ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഇത് 13ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാകും. വീണ്ടും ആവർത്തിച്ചില്ലേ? വരും. ആധുനിക ഇപ്പൊ 2021 22 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് അല്ലേ. ഇപ്പൊ 21 വന്നാണ്, 22 വന്നാണ്, 23 വരാൻ തരുന്നു ഇല്ല. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്ക് വരുന്നുണ്ട്.
അപ്പൊ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി ആണ് അല്ലെ? ഹെൻറി മോസ്ലി ആണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആധുനിക ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ആവർത്തന പട്ടികയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ, ആവർത്തന പട്ടിക, ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തെറ്റാറുണ്ട്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ മെൻഡലീവ് ആണ്. മെൻഡലീവ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിച്ചാലാണ് ഹെൻറി മോസ്ലി കേട്ടോ. ഹെൻറി മോസ്ലി. ഓക്കെ, മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലും മെൻഡലീവ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലുമാണ് മൂലകങ്ങളെ ക്രമീകരിച്ചത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? മെർക്കുറിയുടെ അയിര് സിന്നബാറാണ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഹെമറ്റൈറ്റ് അയണിന്റെ അല്ലെ, ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ്, സിറ്ററൈറ്റ്, ഇതൊക്കെ ഇതിന്റെയാണ്, ഇരുമ്പിന്റെ അയിരുകളാണ് കേട്ടോ. ഇരുമ്പിന്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഏതാണ് സിറ്ററൈറ്റ്, ഒക്കെ ഇരുമ്പിന്റെ അയിരുകളാണ്. ചെമ്പ് അല്ലെ, കോപ്പറിന്റെ അയിരാണ് കോപ്പർ ഗ്ലാൻഡ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, Al2O3 2H2O അല്ലെ, Al2O3 2H2O. ഇനി പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാര്യങ്ങളാണ്? പ്രഷർ കുക്കർ നമ്മളപ്പോ മനസ്സിൽ കാണണം, നമ്മുടെ കുക്കർ മനസ്സിൽ കാണണം. അതിൽ ആഹാരം പെട്ടെന്ന് വേകാൻ കാരണം എന്താ? അതിനുള്ളിൽ എന്തായിരിക്കാം? മർദ്ദം. അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് വിസിലൊക്കെ ഇട്ട് അടച്ചു, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും അല്ലെ, മർദ്ദമായിരിക്കും. അപ്പൊ തിളനില എന്തായിരിക്കും? പെട്ടെന്ന് തിളനില വർദ്ധിക്കും അല്ലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ആഹാര സാധനങ്ങൾ വേകുന്നത്. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ് ചലന നിയമത്തില് ന്യൂട്ടൺ പ്രസ്താവിച്ചത്? ഏതിലാ? ആൻസർ ജഡത്വം അല്ലെ. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി. എല്ലാം എന്താ? ടെക്നോളജി അല്ലെ. ഏതാണ് അത്? നമ്മുടെ കേരള ഹൈക്കോടതിക്ക്. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് സൂര്യൻ. ഇതാണ് ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിന്റെ മുട്ട 8 മുട്ട അല്ലെ, 8 കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8 ഡ്രൈ ഡേ ആചരിക്കുന്നത് അല്ലെ. പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ഇതാണ് പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ലിവർ അല്ലെ, കരളാണ്. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? തലയോട്ടിയിലെ സന്ധിയാണ് കേട്ടോ. തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഇതാണ് വൃക്കയാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി. അറിയില്ലേ? നമ്മൾ തന്നെയാണ് അല്ലെ, മനുഷ്യർ തന്നെയാണ്. ഹൃദയത്തില് 4 അറകൾ. അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ പറയാറില്ലേ, ഏട്രിയം, ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ, 4 ആയില്ലേ? അങ്ങനെയാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവിയാണ് ഏത്? മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ് ആ സമയത്ത്? വീണ ജോർജ് അല്ലേ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീണ ജോർജ്. ഇപ്പൊ ആരോഗ്യ വകുപ്പ് ആരാന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോ ആർക്കാണ്? നമ്മുടെ മുരളീധരനാണ് അല്ലെ കൊടുത്തിരിക്കുന്നത്. മുരളീധരനാണ് ആരോഗ്യ വകുപ്പ്. പക്ഷെ ഒന്നും കൺഫേം ആയിട്ടില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ് അല്ലെ. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ADEK അല്ലെ. ADEK കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. കൊഴുപ്പ് കേടാണ് എന്ന് പറയും. നമ്മൾ കൊഴുപ്പ് കേടല്ലേ, കൊഴുപ്പ് കേടാണ്, ADEK. BC എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ബി എവിടെ? ബി.
മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. താലോലമാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. ഏതാണ്? BP ആണ്, ബ്ലഡ് പ്രഷർ ആണ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗമാണ് ഏതാണ്? വൈറസ് ആണ് അല്ലെ, റിനോ വൈറസ് അല്ലെ, റൈനോ വൈറസ് അല്ലെ. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? റൈനോ വൈറസ് ആണ് കേട്ടോ. റൈനോ വൈറസ് പ്രീവിയസ് ചോദ്യമാണ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി കോളറയ്ക്ക് വിബ്രിയോ കോളറ അല്ലെ, വിബ്രിയോ. ഏതാ കോളറയ്ക്ക് കാരണമാകുന്ന രോഗാണുകാരി? ബാക്ടീരിയ ആണ് അല്ലെ. കോളറയ്ക്ക് ഏതാണ്? ബാക്ടീരിയ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരുപാട് സമയം വർക്ക്ഔട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ലാഗ് എടുപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെ പഠിച്ചു പോയാൽ നന്നായിട്ട് ഒരു ക്ലാസ് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഫുള്ളും പഠിച്ചു വെക്കോട്ടെ എന്ന് പറഞ്ഞാണ് റിപ്പീറ്റേഷൻ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഓരോ സുഹൃത്തുക്കളും, എൻ്റെ ഓരോ ഉദ്യോഗാർത്ഥികളും, എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പെട്ടെന്ന് കഴിയട്ടെ. എന്താ പറയാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാകും. പല എക്സാമുകൾ എഴുതിയിട്ട് കയറാതെയും പ്രിലിംസ് കയറുക, മെയിൻസ് ഔട്ടാകുക, ഇതൊക്കെ തരണം ചെയ്ത് വരുന്നവരുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അറിയാവുന്ന തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ മാറ്റിവെക്കുക. മടിച്ചു നിൽക്കരുത്. മടിച്ചു നിന്ന് കഴിഞ്ഞാൽ കയറാൻ അപ്പുറത്ത് ആളുണ്ട് എന്ന് ചിന്തിക്കുക. ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുക. എൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി സപ്പോർട്ട് നല്ല രീതിയിൽ, അനാവശ്യമായി അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ ക്ലാസ്സുകൾ എത്തുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടത് എവിടെ നിന്ന് നമുക്ക് SCRT ആയിരിക്കും എന്തായാലും ഇമ്പോർട്ടന്റ്. SCRT ആണ്, പ്രീവിയസ് ചോദ്യമാണ്. ആ രണ്ടിനും ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ കമന്റ് ഇടുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക. അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. മനസ്സൊന്നും കൈവിടാതെ തന്നെ ഇതായിട്ട് മുന്നോട്ട് പോവുക. ഒരു പൂർവാധികം ശക്തിയോട് കൂടി മുന്നോട്ട് കുതിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തെ തൊട്ട് നന്ദി അറിയിക്കുന്നു. സമയം പാഴാക്കരുത്. താങ്ക് യു.